ഷാജഹാൻ, ആലപ്പുഴയിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ ഏക MP ആരിഫായിരുന്നു. ഇത്തവണയും ആരിഫ് തന്നെയാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. KC വേണുഗോപാൽ UDFിന് വേണ്ടി മത്സരിക്കും, ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നു. അങ്ങനെ ഉള്ള ഒരു സാഹചര്യമാണ്. എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? ഷമ്മി, നമുക്കറിയാം ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ വളരെ ശ്രദ്ധയോടെ നോക്കുന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ. അതിന് പ്രധാന കാരണം KC വേണുഗോപാൽ തന്നെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അതായത് വർക്കിംഗ് പ്രസിഡന്റ് ആലപ്പുഴയിൽ മത്സരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്രത്തോളം ഒരു ശ്രദ്ധ ആകർഷിച്ച മണ്ഡലമാണ്. ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു MP എന്നുള്ള നിലയിൽ KC വേണുഗോപാൽ വീണ്ടും മത്സരിക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ ആദ്യം ഉയർന്നു വരുന്നു. അത്തരത്തിലുള്ള പ്രചരണങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ ഇപ്പോൾ ഇനിയിപ്പോൾ കൗണ്ടിങ്ങിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുക. ഓരോ മുന്നണിയും, അതായത് ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ UDFും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. ഇതിനിടയിൽ നമുക്ക് എടുത്തു പറയേണ്ടത് BJPയുടെ വോട്ടിംഗ് പാറ്റേൺ ആണ്. കഴിഞ്ഞ വർഷം നമുക്ക് 2019 ഏതാണ്ട് 1,80,000 അധികം വോട്ടുകൾക്കാണ് BJP നിലനിർത്താനായിട്ട് സാധിച്ചത്. അത് 2.5 ആയിക്കഴിഞ്ഞാൽ, 2.25നും 2.5ക്കും ആയിക്കഴിഞ്ഞാൽ UDFിൻ്റെ സാധ്യത കുറയും. കാര്യം UDFിൻ്റെ കൂടുതൽ വോട്ടുകൾ, കോൺഗ്രസിൻ്റെ കൂടുതൽ വോട്ടുകൾ ഇത്തവണ ശോഭാ സുരേന്ദ്രൻ സ്വന്തമാക്കി എന്നുള്ള വാർത്തകൾ ആദ്യഘട്ടം മുതൽ തന്നെ പുറത്തു വന്നിരുന്നു. അത് നമുക്ക് അത് സാധൂകരിക്കുന്ന തെളിവുകളും നമുക്ക് ലഭിച്ചിരുന്നു. കാര്യം നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം BJPയുടെ ഭാഗത്തു നിന്നും ആലപ്പുഴ മണ്ഡലത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു. തുടക്കം മുതൽ തന്നെ BJPക്കുള്ളിലെ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും അവരുടെ പ്രചരണ രംഗത്ത് ശക്തമായൊരു പ്രകടനം നമുക്ക് കാണാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ BJP പറയുന്നത് അവർ 2ാം സ്ഥാനത്തെത്തുമെന്നൊക്കെയാണ് അവർ പറയുന്നതെങ്കിൽ പോലും അവർ വോട്ടിംഗ് 2 ലക്ഷത്തിലധികം വോട്ടുകൾ പിടിക്കുമെന്നാണ് BJP കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. പക്ഷേ LDFിന് 30,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ആരിഫ്, കഴിഞ്ഞ തവണ നമുക്കറിയാം കേരളം ഒന്നാകെ UDF സ്ഥാനാർത്ഥികൾ ഭയങ്കര ഒരു ആരവത്തോടു കൂടി, അല്ലെങ്കിൽ ഒരു ആവേശത്തോടു കൂടി മത്സരിച്ച് വിജയിച്ചപ്പോഴും ആലപ്പുഴയിൽ മാത്രമാണ് LDFിന് ഒരു സീറ്റ് നിലനിർത്താൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും ആ സീറ്റുമായിട്ടായിരിക്കും ആരിഫ് മത്സരിച്ച് വിജയിക്കുക എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ്. പക്ഷേ KC വേണുഗോപാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം മത്സരിക്കാൻ എത്തിയപ്പോൾ KC വേണുഗോപാലിൻ്റെ പഴയ ഒരു സ്വാധീനം മണ്ഡലത്തിലില്ല. മാത്രവുമല്ല, നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളും ഒക്കെ തന്നെ നമുക്കറിയാം. KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്നും മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിലുള്ള രാഷ്ട്രീയ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് വീണ്ടും തലവേദനയാകാൻ സാധ്യതയുള്ളതുകൊണ്ട് KC വേണുഗോപാലിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ പല ഭാഗത്തും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തരം നീക്കങ്ങളൊക്കെ ഫലവത്തായി കഴിഞ്ഞാൽ ഒരുപക്ഷേ KC വേണുഗോപാലിൻ്റെ വോട്ട് കുറയാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാനാവില്ല. പക്ഷേ എങ്കിലും KC വേണുഗോപാലും ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 30,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. നമുക്കറിയാം ഇത്തവണ ഏതാണ്ട് 14,83,000 വോട്ടർമാരാണ് ആലപ്പുഴയുള്ളത്. 10 ലക്ഷത്തോളം വോട്ടുകളാണ് വന്നിരിക്കുന്നത്. അത് 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ അത് ഓരോ സ്ഥാനാർത്ഥിക്കും ലഭിക്കുന്ന വോട്ടുകളുടെ എണ്ണം കുറവാണ് എങ്കിൽ പോലും ഭൂരിപക്ഷവും കുറവാകാനുള്ള സാധ്യതയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അത് ആര് വിജയിച്ചാലും ഭൂരിപക്ഷം കുറവായിരിക്കും.